ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു പുതുവർഷം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു 2015 ആശംസിക്കട്ടെ. ഉണ്ടാകുന്ന വീക്ക്നെസ് മൂലം അതിൽ കൂടെ ഒരു സാക്ക് പ്രത്യക്ഷപ്പെട്ട് അതിലൂടെ ഒരു കുടലും ഇതൊക്കെ തള്ളി വരുന്നതിന് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. ഇതാണ് കോമൺ ആയിട്ടുള്ള തരം ഹെർണിയകൾ. അതുകൂടാതെ റയറായിട്ടുള്ള ഫെമറൽ ഹെർണിയ, ലംബാർ ഹെർണിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതുകളുണ്ട്. കോമൺ ആയിട്ടുള്ളത് പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അഡൾട്ടിലെ സെല്ലുകൾക്ക് അതിൽ ട്രാൻസ്വേഴ്സാലിസ് ഫേഷ്യ എന്ന് പറയുന്ന ഒരു ഫേഷ്യയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫേഷ്യ. അതിന് വരുന്ന വീക്ക്നെസ്സും കൊണ്ട് ആ ഭാഗത്ത് ചെറിയൊരു മുഴ പ്രത്യക്ഷപ്പെടും. അത് പിന്നെ കുറേശ്ശായിട്ട് അതങ്ങ് വലുതാവും. അത് കുറേ കഴിയുമ്പോൾ സ്കോട്ടത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇത് ഡയറക്റ്റ് ഹെർണിയ എന്ന് പറയുന്നത് അത് പേശിക്ഷയം കൊണ്ടുള്ള ഹെർണിയാണ്. ഓക്കെ, ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് ഇൻഗ്വനൽ ഹെർണിയ പ്രത്യക്ഷപ്പെടുന്നത്. ഈ രണ്ട് തരത്തിൽ ഹെർണിയ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു സെറ്റ് പൊക്കി അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ കുടലിൻ്റെ ഇതൊക്കെ കയറി കഴിഞ്ഞിട്ട് തിരിച്ച് കറങ്ങാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാക്കിനൊരു നെക്കുണ്ട്. ആ നെക്ക് ഇതിന് ചുറ്റും ഭയങ്കര കട്ടിയായിട്ട് അങ്ങ് ഇരിക്കും. അന്നേരം ഈ കുടലിനകത്തോട്ടുള്ള രക്തോട്ടം അങ്ങ് കുറയാൻ തുടങ്ങും. സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ടാവും ആ സമയത്ത്. അത് പെട്ടെന്നാണ് സംഭവിക്കുക. അത് ഒരു ഗുരുതരമായിട്ടുള്ള കണ്ടീഷനാണ്. അതെ മൂത്ര തടസ്സമുള്ള ആൾക്കാർക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മൂത്ര തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അത് പരിശോധിപ്പിച്ച് അതിനുള്ള ചികിത്സ എടുക്കുകയാണെന്ന് ചെയ്യേണ്ടത് ഹെർണിയ നമ്മൾ കൂടാതെ ശ്രദ്ധിക്കാം. ഈ പിന്നെ ഹെർണിയ വന്നു ഇപ്പം നിങ്ങളടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആദ്യം ക്ലിനിക്കൽ പരിശോധന ഹെർണിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് സർജറി ആണല്ലോ. അതിനേക്കാളും മുമ്പേ ഇത് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ കൊടുക്കണം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ആസ്മയുള്ള ആളാണെന്ന് വിചാരിക്കും. അയാളുടെ ആസ്മ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന കീ ഹോൾ സർജറിയിലുള്ള ഹെർണിയ. ഈ ഇപ്പം ഹെർണിയ വരുന്നത് ഇപ്പോൾ ഇൻഗ്വനൽ ഹെർണിയ ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺ ആണെന്ന് പറഞ്ഞാൽ ഇൻഗ്വനൽ ഹെർണിയ വരുന്നത് ഒരു സൈഡിലും ആവാം, രണ്ട് സൈഡിലും ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വരാം. അപ്പം ഒരു സൈഡിൽ ഹെർണിയ ഉള്ള ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു സൈഡ് മാത്രം റിപ്പയർ ചെയ്യുമോ അത് രണ്ട് സൈഡും ചെയ്യും? തീർച്ചയായിട്ടും രണ്ട് സൈഡും കൂടെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മസിൽ വീക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ അത് ബോഡിയുടെ ഒരു ഭാഗത്തിന് മുറിവുണ്ടാവും. അത് മാത്രമല്ല 3 ലെയർ ഓഫ് മസിൽസ് കട്ട് ചെയ്താലേ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്വേഴ്സാലിസ് ഫേഷ്യയുടെ അവിടേക്ക് എത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ 3 ലെയറും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ മസിൽസ് എല്ലാം കൂടെ പഴയ പോലെ യോജിച്ച് ഇതാവാനായിട്ട് ഞങ്ങളൊരു 3 ആഴ്ചത്തേക്ക് ഭാരമുള്ള എടുത്ത് പോക്കരുതെന്ന് പറയും, ബൈക്ക് ഓടിക്കരുതെന്ന് പറയും, പിന്നെ സ്റ്റെപ്പ് ഒന്നും ഓടിക്കയറരുത്, ബസ്സിലോട്ട് ഓടിക്കയറുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ ഓഫീസ് വർക്കുകളെല്ലാം ചെയ്യാം, അതിൽ കൂടുതലൊന്നും ചെയ്യാം. ഭയങ്കരമായിട്ട് സ്കാറൊക്കെ ഇരിക്കുന്നുണ്ടാവും. അന്നേരം നമുക്ക് അവിടെ തിരിച്ച് ഈ മെഷ് ഭയങ്കരമായിട്ട് സ്കാർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു കമ്പി ഇട്ട് ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത്രയും കട്ടിയായിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ഒരുപാട്. അതേസമയം നമ്മൾ ആ പേഷ്യൻറ്റിനെ കീ ഹോളിൽ ഓപ്പറേറ്റ് ചെയ്താൽ മറ്റൊരു പ്ലെയിനിലായതുകൊണ്ട് അവിടെ ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ നമ്മളൊരു മെഷ് വയ്ക്കുകയാണ് അവിടെയും ചെയ്യാം. പിന്നെ മെഷ് വീട്ടിൽ നോക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നേരത്തെ വർക്കേ കൂടുതലുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 22% പേർക്ക് നമ്മൾ കണ്ടുപിടിക്കാത്തൊരു ഹെർണിയ അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്പണിൽ അത് നടക്കില്ല. ഓപ്പണിൽ അപ്പുറത്തെ സൈഡിൽ ഹെർണിയ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ അവിടെയും 10 സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി നോക്കണം. മനസ്സിലായി? അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഹെർണിയകൾ, ഓപ്പൺ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത് വരുന്ന ഹെർണിയ, അതിന് ഏറ്റവും നല്ലത് കീ ഹോൾ സർജറി ആണെന്നാണ് ലോകത്തുള്ള. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു. 2015 എല്ലാവർക്കും വളരെയധികം നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.